understand that the CPM has to attend. I understand that they have to fight. But I am not going to say a word against the CPM. I'm here to send a message of unity. I'm here to send a message that South India is important. And I fully understand that the CPM has to attack. So I will absorb all their attack with happiness. But from me, you will not hear a word in my campaign against the CPM. നമ്മുടെ രാജ്യത്ത് വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ കുറേ കൂടുതൽ പറയുന്നുണ്ട് കേരളത്തിലെ നേതാക്കന്മാർ. രാജ്യം മുഴുക്കെ BJPക്കെതിരെ, നരേന്ദ്രമോദി നടത്തുന്ന നയങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദി എന്നും BJP എന്നും ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ തയ്യാറാകാത്ത സ്ഥാനാർത്ഥിയെ നിങ്ങളോട് വോട്ട് ചോദിക്കാമെന്ന് നിങ്ങൾ കണക്കായിക്കോട്ടെ. ഇന്ന് രാഹുൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞു, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഈ കേരളത്തിൽ ഇടതുപക്ഷമാണ് RSSന്റെ വർഗീയതയ്ക്കെതിരെ പോരാടുന്നത്, നെഞ്ചു കൊടുത്ത് പോരാടുന്നത്, ജീവൻ കൊടുത്ത് പോരാടുന്നത്. ആ പ്രസ്ഥാനത്തിനെതിരെ കേരളത്തിൽ വന്ന് പ്രചാരബല ചെയ്താൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തിരിച്ചടി ഉണ്ടാകുമെന്ന് കണ്ടിട്ടാണ് ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറയേണ്ടുന്ന അവസ്ഥ രാഹുൽ ഗാന്ധിക്കുണ്ടായത്. ഞാൻ പറയാത്ത കാര്യങ്ങൾ, ഞാൻ സംസാരിക്കാത്ത കാര്യങ്ങൾ, ഞാൻ കോഴ ചോദിച്ചില്ല, ഞാൻ കോഴയെക്കുറിച്ച് മിണ്ടിയില്ല, ഒന്നും പറയാത്ത കാര്യങ്ങൾ ഇത് ദേശാമാൻ ഉന്നയിക്കപ്പെട്ടു. അത് ഡബ്ബിംഗ് നടത്തി, എഡിറ്റിംഗ് നടത്തി, എൻ്റെ ശബ്ദമുണ്ടാക്കി വളരെ ബോധപൂർവം നടത്തിയ ഒരു ശ്രമമാണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ. നമസ്കാരം. ഇന്ന് കേരളത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ട നേതാക്കളുടെ ദൃശ്യങ്ങളാണ് ഇത്. രാഹുൽ ഗാന്ധിയും MK രാഘവനും കോഴിക്കോട്ടും, പിണറായി വിജയൻ കൊല്ലത്തും, കോടിയേരി പത്തനംതിട്ടയിലും മാധ്യമങ്ങളെ കണ്ടു, പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങൾ കണ്ടതും കേട്ടതും എന്തൊക്കെ? പ്രസക്തമായ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ചില പ്രത്യേക തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് നമ്മൾ ഈയിടെ സാധാരണയായി കണ്ടുവരുന്നത്. ഈ പശ്ചാത്തലത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ചോദിക്കുന്നു, ഇന്നത്തെ ഈ വാർത്താ സമ്മേളനങ്ങളിൽ കേട്ട വാക്കുകളിൽ ചർച്ചയുടെ ഫോക്കസ് എന്തിനായിരിക്കണം? ഇന്നത്തെ ചർച്ചയുടെ ഫോക്കസ് പ്രധാനപ്പെട്ട 4 വാർത്താ സമ്മേളനങ്ങൾ കാണുമ്പോൾ എന്താകണം? രാഹുൽ ഗാന്ധി, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, MK രാഘവൻ, ഈ നേതാക്കൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ നിന്ന് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേരുന്നത് ശ്രീ PM മനോജ്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ശ്രീ രാധാകൃഷ്ണ മേനോൻ എന്നിവർ. ശ്രീ PM മനോജ്, ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം പറഞ്ഞത് CPM എന്തു പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതിന് മറുപടി പറയുന്നില്ല എന്നാണ്. ഔചിത്യമാണോ മറുപടി ഇല്ലായ്മയാണോ? എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തായാലും അത് രാഷ്ട്രീയമല്ല. കാരണം കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ വന്ന് കേരളം തിരഞ്ഞെടുത്ത് അവിടെ വയനാട് തിരഞ്ഞെടുത്ത് മത്സരിക്കുന്നത് CPIയുടെ സ്ഥാനാർത്ഥിയുമായിട്ടാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുമായിട്ടാണ്. ആ സ്ഥാനാർത്ഥിയുമായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, CPIM, അതുപോലെ CPI അദ്ദേഹത്തെ തോൽപ്പിക്കാനാണ് മത്സരിക്കുന്നത്. ആ തോൽപ്പിക്കാൻ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് എന്താണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് അദ്ദേഹത്തിനൊന്നും പറയാനില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അത് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞു വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സത്യസന്ധതയില്ലായ്മയുടെ പ്രകടമായ ഉദാഹരണമാണ്. കാരണം CPIMനും ഇടതുപക്ഷത്തിനുമെതിരെ ഒന്നും പറയാനില്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് CPIMനും ഇടതുപക്ഷത്തിനും ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPIയുടെ സ്ഥാനാർത്ഥിയായ സഖാവ് PP സുനീറിനെതിരായി വയനാട്ടിൽ വന്ന് താമരശ്ശേരി ചുരം കയറി മത്സരിക്കുന്നത്? അവിടെ BJP ഇല്ലല്ലോ, അവിടെ BDJSന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഈ പറഞ്ഞ കാര്യം പറഞ്ഞ് തൊട്ടടുത്ത ഘട്ടത്തിൽ പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരെയാണ് മത്സരം.
നരേന്ദ്രമോദി ഈ ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പാലം, ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള പാലം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന്. അങ്ങനെ പാലം തകർക്കാൻ ശ്രമിക്കുന്ന ആളിനും ആളിൻ്റെ രാഷ്ട്രീയത്തിനും എതിരാണ് മത്സരമെങ്കിൽ കർണാടകത്തിലുണ്ട് ഇഷ്ടം പോലെ. കർണാടകത്തിൽ BJPയുമായി അടികൂടിയിട്ടാണല്ലോ, യെദ്യൂരപ്പയെ പുറത്താക്കിയിട്ടാണല്ലോ കോൺഗ്രസ് ജനതാദളിന് പിന്തുണ കൊടുത്ത് അങ്ങനെ കുമാരസ്വാമി മുഖ്യമന്ത്രിയായത്. അവിടെ റിസോർട്ട് രാഷ്ട്രീയവും ഓട്ടവും ചാട്ടവും കുതിരക്കച്ചവടവും ഒക്കെയാണല്ലോ നടക്കുന്നത്, ചാക്കിട്ട് പിടുത്തം ഒക്കെയാണല്ലോ നടക്കുന്നത്. അതിലൊരു കക്ഷി കോൺഗ്രസ്സാണ്, മറ്റൊരു കക്ഷി BJPയാണ്. ആ BJP ശക്തമായി മത്സരം കാഴ്ചവെക്കുന്ന കർണാടകത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി BJPയെ താമര ചിഹ്നത്തെ നേരിടുന്നതിന് പകരം താമര വിരിയാത്ത, താമരയുടെ പേര് പോലും കേൾക്കാത്ത ഈ വയനാട് മണ്ഡലത്തിൽ ചെന്ന് മത്സരിക്കുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹം ആദ്യം പറയണ്ടേ? യെസ്. അപ്പോൾ സ്വാഭാവികമായും ഒന്നുകിൽ അദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കബളിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപജാപങ്ങളിൽ അദ്ദേഹം കരുവായിരിക്കുന്നു. അതുമല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തെ, മൂർത്തമായ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യത്തെ നേരിടാൻ അദ്ദേഹം തയ്യാറാവാതെ സ്വയം ഒളിച്ചോടുന്നു. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് ആർക്കെതിരായിട്ടാണെന്ന് നമുക്കെല്ലാം അറിയാം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒന്നും പറയില്ല എന്ന് പറയുന്നു. ഇന്ത്യയിലാകെ അദ്ദേഹം പറയുന്നത് BJPക്കെതിരായിട്ടാണ് മത്സരമെന്ന്. ആ BJPക്കെതിരെ ശക്തമായ ഒരു മുന്നേറ്റം, ശക്തമായ രാഷ്ട്രീയ ആക്രമണം നടത്തേണ്ടുന്ന ഘട്ടത്തിൽ കേരളത്തിലെ നേതൃത്വത്തിൻ്റെ ഉപജാപത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ സ്വയം കഴിവില്ലാതായോ അതല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യമില്ലാതെയോ വന്ന ഒരു നേതാവിൻ്റെ ഒരു ദയനീയമെന്ന് ഞാൻ പറയില്ല, അദ്ദേഹത്തിൻ്റെ പരിതാപകരമായ ഒരു പ്രകടനമാണ് ഈ പ്രസ്താവനയിലൂടെ കണ്ടത്. ഞങ്ങൾക്ക് പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ, രാഹുൽ ഗാന്ധി ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ, ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ കൃത്യമായി പറയാറുണ്ട്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആ കാര്യത്തിൽ മടിച്ചു നിൽക്കുന്നില്ല. രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരുപാട് പറയാറുണ്ട്, ശരി, അഖിലേന്ത്യാ സാഹചര്യത്തിൽ അതിനേക്കാൾ പറയാറുണ്ട്. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിലൊരു സംശയം വേണ്ട. ശ്രീ PM സുരേഷ് ബാബു, വളരെ പ്രസക്തമായ കാര്യമാണ് ഇപ്പോൾ ശ്രീ PM മനോജ് ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. ശ്രീ പിണറായി വിജയൻ തന്നെ ഇന്ന് അത് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പറയുന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട്, അത് രാഹുൽ ഗാന്ധിയോട് പറയാൻ ഞങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. BJPയോട് മത്സരിക്കേണ്ടിടത്ത് മത്സരിക്കാതെ ഇവിടെ വന്ന് LDFനെതിരെ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം CPMനെതിരെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു പോകുന്ന രാഹുൽ ഗാന്ധി എന്ത് സന്ദേശമാണ് നൽകുന്നത്? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അവിടെ വോട്ട് പിടിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരൊക്കെ എന്താണ് CPMനെതിരെ ഒരു വാക്കെങ്കിലും പറയാൻ നിങ്ങൾക്കാകുമോ? രാഹുൽ ഗാന്ധി പറയാത്തൊരു വാക്ക് നിങ്ങൾക്ക് എങ്ങനെ പറയാനാകും? അപ്പോൾ ആരോടാണ് ഈ മത്സരം? ശ്രീ ലാലിന് ഒരു PM മനോജ് പറഞ്ഞത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, എനിക്കങ്ങനെ തോന്നുന്നില്ല. വളരെ അപ്രസക്തമായ ഒരു പ്രസംഗം എന്ന നിലയ്ക്ക് മാത്രമേ ശ്രീ മനോജിൻ്റെ ഈ ചാനലിന് മുമ്പിലുള്ള പ്രസ്താവനയെ ഞാൻ നോക്കിക്കാണുന്നുള്ളൂ. ആരാ പറഞ്ഞത് അവിടെ BJP ഇല്ല എന്നുള്ളത്? ആർക്കാ ഇതങ്ങനെ ഒരു ചോദ്യം? സ്വയം അങ്ങ് തോന്നുകയല്ലേ ഞങ്ങളാണ് അവിടുത്തെ എതിരാളി എന്ന്. ഞാൻ പറയുന്നു, ഞങ്ങൾ അവിടെ നിരീക്ഷിച്ചപ്പോൾ 3ാം സ്ഥാനത്താണ് LDF, 3ാം സ്ഥാനത്ത്. ഞങ്ങളത് നിരീക്ഷിച്ചു പഠിച്ചു. അവിടെ ഞങ്ങൾ ഏറ്റുമുട്ടുന്നത് BJPയുമായിട്ടാണ്, BJPയുടെ സ്ഥാനാർത്ഥിയുമായിട്ടാണ്. BJPക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി അങ്ങോട്ട് കേരളത്തിൽ മുഴുവൻ ഞങ്ങളാണ്. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷത്തെയോ CPMനെയോ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് BJPയും RSSും അവരുടെ രാഷ്ട്രീയത്തെയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാന്യതയുടെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ CPMനെതിരായി പരാമർശിക്കാൻ
ഒന്നും പരാമർശിക്കാനില്ല, അതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് മാന്യതയുടെ ഒരു അംഗീകാരമായി അല്ലെങ്കിൽ മാന്യതയുടെ ഭാഷയായി കണക്കാക്കാൻ മനസ്സില്ലായ്മയാണ് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ശബ്ദത്തിന് ഞങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു നിമിഷം മാന്യതയുടെ അളവുകൾ നിശ്ചയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പല്ലല്ലോ, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഇന്ത്യ 2019 നരേന്ദ്രമോദിയിൽ നിന്ന് ആരുടെ കയ്യിലേക്ക് കൊണ്ടുവരണമെന്ന രാഷ്ട്രീയ ചോദ്യം ചോദിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വോട്ട് നേടി അധികാരത്തിലേക്ക് എത്തേണ്ട ഒരു പോരാട്ടമാണിത്. ആ പോരാട്ടത്തിൽ നരേന്ദ്രമോദിയോട് എതിരിടേണ്ടടുത്ത് പോയി പറയേണ്ടത് പറയാതെ LDF കാലാകാലങ്ങളിലായി ഒന്നാമതോ രണ്ടാമതോ എത്തുന്ന സ്ഥലത്ത് വന്ന് നിന്നുകൊണ്ട് താങ്കൾ ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ അങ്ങനെ വന്നിട്ടേ ഇല്ല, വയനാട്ടിൽ BJP ആണുള്ളത് എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ശ്രീലാൽ. എങ്ങനെയാണ്, ഏത് അർത്ഥത്തിലാണ്, ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിൽ ഇവർ അരുവിക്കര ഞങ്ങൾ തമ്മിൽ, അതായത് UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞ ആളാണ് ഉമ്മൻചാണ്ടി. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞവരാണ് ഇവർ. ഇപ്പോഴ് ഇദ്ദേഹം പറയുന്നു, ശ്രീ സുരേഷ് ബാബു പറയുന്നു, വയനാട്ടിൽ BJP-യും കോൺഗ്രസ് തമ്മിലാണ് മത്സരം. ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം പറയണം. താങ്കൾ വ്യക്തമാക്കാമോ? ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ രണ്ടാളും കൂടി തന്നെ അത് പറഞ്ഞു തീർത്താണ്ട് പിന്നെ കാര്യമുണ്ടല്ലോ, കാര്യമില്ലല്ലോ. ഇവിടെ ഞങ്ങള് ഒരു പ്രധാനപ്പെട്ട ശ്രീ ലാല് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലോ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരായോ CPM-നെതിരായോ ഒന്നും പറയാൻ തയ്യാറല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്കെതിരായും ഒന്നും പറയരുത് എന്ന വാചകം ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായം, അങ്ങനെ ഒരു ആവശ്യവും രാഹുൽ ഗാന്ധി അതല്ലല്ലോ കാര്യം. വയനാട്ടിൽ ഒരു നിയോജക മണ്ഡലത്തിൽ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോ അവിടെ എന്ത് പറഞ്ഞാണ് വോട്ട് നേടുന്നത്? രാഹുൽ വയനാട്ടിൽ ഈ കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം എന്നത് സാധൂകരിക്കാനുള്ള തെളിവ് അദ്ദേഹം വെക്കട്ടെ, എന്നിട്ട് മതി ചർച്ച. ആ തെളിവ് വെക്കട്ടെ. സുരേഷ് ബാബു, താങ്കൾ വയനാട്ടിൽ കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം, അത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ, ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ എന്ന് താങ്കൾ പറയൂ. ശരി, സുരേഷ് ബാബു പറയട്ടെ. അതാണല്ലോ ചോദ്യം ചോദിച്ചത്, അത് പറയാനുണ്ടെങ്കിൽ പറയൂ സർ. അത് ഏപ്രിൽ 23-ന് ബാലറ്റിൽ ഉണ്ടാകും. മെയ് 23-ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അന്ന് കണ്ടാൽ മതി, അന്ന് അതിനെ കുറിച്ച് മനസ്സിലാക്കി. ശ്രീ PM സുരേഷ് ബാബു ഇപ്പോഴും പറയുന്നത് വയനാട്ടിൽ മത്സരിക്കാത്ത വയനാട്ടിൽ മത്സരിക്കാത്ത BJP-യോടാണ് നിങ്ങൾ ഇപ്പോഴും അവിടെ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും BJP ആണ് രണ്ടാമതെത്തിയത്. അവിടെ രണ്ടാമതെത്തിയ CPI അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കാണുന്നില്ല, കണക്കുകൾ കാണുന്നില്ല. ഇത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായി താങ്കൾക്കത് വിശദീകരിക്കാനാകുന്നില്ല. ഞങ്ങളെ ഒരു സ്ഥാനാർത്ഥി ഒരു സെൽഫ് കോൺട്രഡിക്ഷൻ ഉണ്ട് ശ്രീമാൻ ലാൽ. അങ്ങ് ശ്രദ്ധിക്കണം. ശ്രീ പിണറായി തന്നെ പറഞ്ഞു, ശ്രീ കോടിയേരി പറഞ്ഞു, രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് 20-ൽ 1 അദ്ദേഹം പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? ഈ ചോദ്യത്തിന് 20-ൽ 1 ഒരാള് മത്സരിച്ച് തോൽക്കുകയോ ജയിക്കുകയോ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പ്രസ്താവനയാണല്ലോ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായ ചില കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് CPM-നോട് ഒന്നും പറയാനില്ല, CPM-നെ കുറിച്ച് ഒന്നും പറയില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അത് അല്ല, ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് CPM പറയുന്നു. ആ 20-ൽ 1 കണ്ടുകൊണ്ട് തന്നെ വയനാട്ടിൽ CPM-ഉം ഇടതുപക്ഷവും രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കോൺഗ്രസ് അപ്പോൾ പറയുന്നു, ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ CPM ഇല്ല, BJP-യോടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്, കണക്കുകൾ ഇതാ എന്ന് PM സുരേഷ് ബാബു തന്നെ ഈ ചർച്ചയിൽ അത് വിശദീകരിക്കാനാകുന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞാൽ എന്നെ മറുപടി പറയാൻ അനുവദിക്കണ്ടേ? പറയണം സർ. അങ്ങനെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമ ഉന്നത ശീർഷനായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ശ്രീ PM മനോജിന് പറയാം, ശ്രീമൻ പിണറായിക്ക് പറയാം, കോടിയേരിക്ക് പറയാം. ശ്രീ രാഹുൽ ഗാന്ധി അതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളുടെ ഔദാര്യം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെ കുറിച്ചൊന്നും പറയരുത് എന്ന ഒരു ആവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിയില്ല, കോൺഗ്രസ് വെച്ചിട്ടില്ല,
സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ വെച്ചിട്ടില്ല. നിങ്ങൾക്ക് പറയാവുന്ന ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഔദാര്യം ഓരോ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്കെതിരായി പറയുന്നതിനൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ അതെങ്ങനെയാണ് ജനാധിപത്യപരമാകുക? പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ്, എന്ത് കാണിച്ചാണ് വോട്ട് നേടാൻ ശ്രമിക്കുന്നത് വയനാട്ടിലെങ്കിലും? അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ലാൽ ശ്രദ്ധിക്കുക. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ലാൽ ശ്രദ്ധിക്കുക. ഇപ്പൊ പ്രചാരണത്തിന്റെ വേളയിലാണല്ലോ നമ്മൾ ചർച്ച നടത്തുന്നത്, അതാണല്ലോ വിശകലനം ചെയ്യുന്നത്. അത് അങ്ങ് വിശദീകരിക്കാനാകുന്നില്ലെങ്കിൽ അതിന് ഉത്തരവില്ല കോൺഗ്രസിന് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാനാകുക? എന്ന് വേണമെങ്കിൽ ധരിക്കാം. എന്ന് അങ്ങ് ധരിച്ചോളൂ. ചാനലിന്റെ മുമ്പിൽ അങ്ങ് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് അതിലും പരിഭവമില്ല. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി എത്ര സമയമാണ് ഈ ചാനൽ ചെലവഴിക്കുന്നത്? 20-1 ഒരാൾക്ക് വേണ്ടി. കാര്യമുള്ള കാര്യം വരുന്നുണ്ട് കോഴിക്കോട്. സർ, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ശ്രീ PM സുരേഷ് ബാബു, എനിക്ക് ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളോട് വ്യക്തമായിട്ട് ഒന്ന് ചോദിക്കുകയാണ്. ഇത് താങ്കളുടെ ചർച്ചയിലെ ഒരു തന്ത്രമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇത്രയും സമയം കളഞ്ഞല്ലോ എന്ന്. ഒരു കാര്യവുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ വയനാട്ടിലെ ജനങ്ങളെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത് എന്നല്ലേ ഇവിടെ ചോദ്യം ഉയരുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങളില്ലേ? അവർ ഈ രാജ്യത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങളില്ലേ? ഈ രാജ്യത്തിന്റെ 2019 നരേന്ദ്രമോദിയോട് ഒപ്പം നിൽക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതിനോ അവിടെയുള്ള ഒരു രാഷ്ട്രീയം പറയാൻ ആ മണ്ഡലത്തിലെ പ്രബുദ്ധരായ ജനത ആഗ്രഹിക്കുന്നില്ലേ? അവരെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ഈ ഉത്തരേന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ അമേഠിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും വന്നു എന്ന് പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്ക് ആ വികാരം മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങൾക്ക് അതിനകത്ത് വേവലാതിയില്ല. ശ്രീ മനോജും ലാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്നാണ്. അവിടെ കോൺഗ്രസും രാഹുൽ അതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയുമായിട്ടാണ് താങ്കൾ മുന്നോട്ട് പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇത്തരം ചർച്ചകൾ ഉണ്ടാകും. ജനാധിപത്യപരമായി ഈ കാര്യങ്ങളെ കാണുന്ന ആളാണ് ശ്രീ സുരേഷ് ബാബു എന്നാണ് എന്റെ മിനിമം അറിവ്. ആ കാര്യത്തിൽ ഒരു മീറ്റ് ദ കാൻഡിഡേറ്റ് പോലെ സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പാർട്ടികൾക്ക് പറയാനുള്ളത് ഇത്തരം ചർച്ചകളിലൂടെയാണല്ലോ മാന്യമായി പുറത്തേക്ക് വരേണ്ടത്. അങ്ങനെ ഒരു ചോദ്യം ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾ ഇവിടെ ഉത്തരം പറയില്ല, ഇത് ചില ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞു പോകുന്നത് ശരിയാണോ ശ്രീ സുരേഷ് ബാബു? ഞാൻ ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ള രാഷ്ട്രീയം എന്താണ് എന്നത് ഒരു ചോദ്യമല്ലേ? ഇവിടെ അപ്പുറത്തു നിന്ന് പോരാടുന്ന PP സുനീർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ള രാഷ്ട്രീയത്തോട് എതിർത്ത് എന്തെങ്കിലും പറയാനുണ്ടോ രാഹുൽ ഗാന്ധിക്ക്? അല്ല, നിങ്ങൾ ആദ്യം സമ്മതിക്ക്. ആ വയനാട്ടിന്റെ പ്രാതിനിധ്യം ശ്രീ രാഹുലിനായിരിക്കുമെന്ന് സമ്മതിച്ചാൽ ഞാൻ അതിന്റെ രാഷ്ട്രീയം പറയാം. കോൺഗ്രസ് അവിടെ തോക്കാൻ പോവാണ്, രാഹുൽ ഗാന്ധിയെ തോക്കാൻ പോവാണ്, രാഹുൽ ഗാന്ധി തോൽപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി പിന്നെ എന്ത് രാഷ്ട്രീയം എന്നുള്ളത് എന്നോട് അത് ശ്രീ PM മനോജിന് പറയാനാകും, ശ്രീ പിണറായി വിജയന് പറയാനാകും. ഇടതുപക്ഷത്തിന്റെ റോൾ അതാണ്. അവർ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധി അപ്പുറത്തെ UDF കാൻഡിഡേറ്റ് ആണ്. അവര് LDF-നെതിരെ മത്സരിക്കുന്നവരെ തോൽപ്പിക്കാനാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ അതിനോട് കേൾക്കില്ല, ഒരു മറുപടിയും പറയില്ല, പറയേണ്ടതൊക്കെ ഞങ്ങൾ അവിടെ പറഞ്ഞോളാം ഇവിടെ പറഞ്ഞോളാം എന്ന് പറയുന്നതല്ലാതെ എവിടെയാണ് പറയുന്നത് സർ? ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞില്ലേ, ഒരു ചാനൽ ചർച്ചയിലും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ നഖശികാന്തം അല്ലെങ്കിൽ അത് ഗളഹസ്തം ചെയ്യപ്പെടണമെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. RSSന്റെ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുന്ന ഒരാളുമാണ് ഞാൻ. എന്റെ പാർട്ടിയും എന്റെയും നിലപാട് തന്നെയാണ്. അതിനകത്തൊന്നും വെള്ളം ചേർക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. പക്ഷെ ഇന്ന് വരെ അതിന്റെ സത്യസന്ധതയെ, അതിന്റെ ആത്മാർത്ഥതയെ ഈ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിനു വേണ്ടി CPM അംഗീകരിച്ചു തരാൻ തയ്യാറായിട്ടില്ല. ആ CPM-നോട് ഞങ്ങൾക്ക് യാതൊരു അനുകമ്പയുമില്ല. ആ CPM-നോട് ഞങ്ങൾക്കൊരു പ്രതിബദ്ധതയില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, BJP നരേന്ദ്രമോദി ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഉചിതമായ രീതിയിൽ അവിടെ ഒരു മറുപടി പറയാൻ ഞങ്ങളുടെ ഒരാളുണ്ടാകും എന്നാണ്. BJP അവിടെ ഇല്ല. നേരത്തെ ശ്രീ PM മനോജ് പറഞ്ഞതുപോലെ ഒരു താമര പോലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടതില്ല, ഒരു ചിഹ്നമായി അവതരിപ്പിക്കേണ്ടതില്ല. അവിടെ ആ നിലയ്ക്ക് എത്തി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമ്പോൾ. നിങ്ങൾ അവിടെ ഇല്ലാത്ത ഇടത്ത് ഏത് രീതിയിലാണ് രാഹുൽ ഗാന്ധിയോട് നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ പോകുന്നത് വയനാട്ടിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് പേടിച്ചോടി ഇങ്ങോട്ട് വരാനിടയായ സാഹചര്യം, ആ സാഹചര്യത്തിൽ
രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചതെന്ന 6 മാസം മുമ്പ് ഇട്ട പദ്ധതിയാണ്. അപ്പോൾ അദ്ദേഹം വരാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടും ആ പ്രഖ്യാപനം നടത്താൻ വേണ്ടി ഇടയ്ക്ക് വീണ്ടും ഒരാഴ്ച 7-8 ദിവസം താമസിച്ചു. അപ്പം ഈ കാലയളവൊക്കെ എന്താണ് നടന്നത് എന്ന് കേരളത്തിലെയും ഭാരതത്തിലെയും വോട്ടർമാർ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് ശ്രീമൻ KC വേണുഗോപാൽ കർണാടകത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ. അദ്ദേഹം അബ്ദുൾ നാസർ മദനിയുമായി ഉണ്ടാക്കിയ ചില ചർച്ചകളെ തുടർന്ന് ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ, അവരുടെയൊക്കെ പിന്തുണയോടുകൂടി രാഹുൽ ഗാന്ധിയെ ഇവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനം ഏതാണ്ട് 6 മാസം മുമ്പേ അവരാലോചിച്ചു വെച്ചതാണ്. അപ്പം അങ്ങനെ അതേപോലെ ഇവിടെയുള്ള ഈ വയനാടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? CPM-ന്റെ ഭരണത്തിന് കീഴിൽ പോലീസ് മാവോയിസ്റ്റിനെ വെടിവെച്ചു കൊന്ന പ്രദേശമാണ് ഈ പറയുന്ന വയനാട്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് രക്ഷയില്ലാതെ ഓടി വരുന്ന മാവോയിസ്റ്റുകളൊക്കെ ഇപ്പോൾ വയനാടൻ കാടുകളിൽ അധിവസിക്കുകയാണ്, അവർക്ക് അഭയം കിട്ടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള പ്രദേശത്ത് ഈ പറഞ്ഞ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ഒക്കെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ ഉയർന്നതുപോലെ CPM വലിയ എതിർപ്പ് ഉയർത്തി. എന്താ കാരണം? അവർ ജനങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ അതിന് അവരെതിർപ്പ് ഉയർത്തി. പക്ഷേ തുടർന്ന് CPM-ന്റെ കേന്ദ്ര നേതൃത്വവുമായി കോൺഗ്രസ് നടത്തിയ ചർച്ചയെ തുടർന്ന് സീതാറാം യെച്ചൂരിയുടെ അടക്കം അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ എത്തിച്ചേർന്ന രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ അവരെ പിന്തുണച്ച് ജയിപ്പിക്കാനുള്ള ബാധ്യതയും CPM ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും ആ നിലയ്ക്കുള്ള ഒരു സമീപനം ഇടതുപക്ഷം രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, ഞങ്ങൾ CPM-നോട് മറുപടി പറയാനില്ല. കാരണം ദേശീയ തലത്തിലുണ്ടാക്കിയിരിക്കുന്ന ധാരണയാണ്. ഇവിടെ നിന്ന് പോയിട്ട് വീണ്ടും അവരെ പിന്തുണയ്ക്കേണ്ടവരാണ്. അപ്പൊ ഇങ്ങനെ ഒരു ധാരണയിലും അഡ്ജസ്റ്റ്മെന്റിലും വന്നിരിക്കുന്നവരെ BJP-യുമായിട്ടാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ BJP സ്മൃതി ഇറാനിയെ പോലെ വലിയ വലിയ ആളുകളെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് BJP പിന്തിരിഞ്ഞു പോവുകയും BDJS-ന് അവിടെ സീറ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയുമാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഏറ്റവും വലിയ അണ്ടർസ്റ്റാൻഡിങ് ആരുമായിട്ടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, വയനാട്ടിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രബലമായ മത്സരം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BDJS. അവർക്ക് നേരത്തെ തന്നെ BDJS-ന് മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ സീറ്റ് കൊടുത്തതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവതരിപ്പിക്കാൻ BDJS-ന് കേരളത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി BDJS-ന്റെ ചെയർമാൻ, SNDP-യുടെ വൈസ് പ്രസിഡന്റ്, വെള്ളാപ്പള്ളി നടേശന്റെ മകൻ. വെള്ളാപ്പള്ളി നടേശൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുക. ഇന്ത്യയുടെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയോട് പോരാടാൻ BJP-ക്കാകുന്നില്ല, BDJS-നെ ഇറക്കിയിരിക്കുകയാണ് അവരുടെ വലിയ താരമെന്ന് പറഞ്ഞ്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി വരുന്നതിന് മുമ്പൊക്കെ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ സ്ഥാനാർത്ഥി വരും, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരികയാണ് എങ്കിൽ എന്നാണ് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞത്. അതൊക്കെ മാറ്റി നിർത്തി BDJS-ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നത് ഏത് ധാരണയുടെ പുറത്താണ്? അല്ല, NDA ആണ് അവിടെ മത്സരിക്കുന്നത്. NDAയെ സംബന്ധിച്ച് NDAയ്ക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് തുഷാർ വെള്ളാപ്പള്ളി. അദ്ദേഹം മത്സരിക്കുമ്പോൾ BJP-ക്ക് ലഭിക്കാത്ത ബാഹ്യമായ ഒട്ടനവധി പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള അനന്തമായ സാധ്യതയാണ് അവിടെ ഉയർന്നു വരുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മത്സരത്തിൽ നിന്ന് പിന്മാറിയതറിഞ്ഞ് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കൂടി അദ്ദേഹത്തിന്റെ പെട്ടിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്ക് ബോധ്യം വരാൻ പോകുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പിന്തുണ കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക്. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞാൻ അവരോട് എതിർക്കാനില്ല, പകരം ഇനിയിപ്പോൾ CPI-ക്ക് രാജ്യസഭ കോൺഗ്രസ് വേറെ കൊടുക്കുമോ എന്നുള്ള സംശയവുമുണ്ട്. ഏതായാലും അങ്ങനെയെല്ലാം ഇവരൊരു പരസ്പര ധാരണയിൽ മത്സരിക്കുന്നിടത്ത് അസംതൃപ്തരായ ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ കാലത്തെ ആ പാർട്ടിയുടെ പിന്നിൽ അണിചേരുന്ന ജനസമൂഹം, കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനസമൂഹം, അവരെല്ലാം ഒന്നായി NDAയുടെ പിന്നിൽ അണിചേരാൻ പോവുകയാണ്. അതാണ് രാഹുൽ ഗാന്ധിയുടെ എതിരായി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടാവാൻ പോകുന്ന രാഷ്ട്രീയം. അവിടെ മനോജ്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ BJP-യും കോൺഗ്രസും ഉയർത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ ഏത് രീതിയിലാകും അപ്പോൾ വയനാട്ടിൽ പ്രതിഫലിക്കുക? ഇവിടെ 6 മാസം മുമ്പ് തന്നെ
രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് ഇപ്പോൾ പറഞ്ഞത് സുരേഷ് ബാബു അല്ല, മറ്റാരുമല്ല, ശ്രീ രാധാകൃഷ്ണ മേനോനാണ്. അപ്പോൾ ബി ജെ പിക്ക് അറിയാം ഏത് 6 മാസം മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വയനാട്ടിൽ മത്സരിക്കുമെന്ന്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അവസാനമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതെന്നുള്ള വേറെ കാര്യം. എന്നാൽ ഈ 6 മാസം മുമ്പ് അറിയാവുന്ന രാധാകൃഷ്ണ മേനോൻ്റെ പാർട്ടി, BJP, NDA, അതിനെ നയിക്കുന്ന RSS, അവർക്ക് സ്വന്തം താമര ചിഹ്നം വലിയ ചിഹ്നമാണെന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. ഇപ്പൊ BDJS എന്ത് ചിഹ്നമാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ ഇവർക്ക് സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ കഴിയണ്ടേ? ശരി, NDAയുടെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് ചാടുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുന്നു, പത്തനംതിട്ട കിട്ടുമെന്ന് നോക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് അവരുടെ കാര്യം. പക്ഷേ ഒരു കൃത്യമായ 6 മാസം മുമ്പ് കൃത്യമായ ബോധ്യമുള്ള വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് നട്ടെല്ല് നിവർന്നില്ല എന്നതാണ് ഒരു പ്രധാന ചോദ്യം. ആ ചോദ്യമാണ് ഈ രാഷ്ട്രീയത്തിന്റെ മൊത്തം. അതായത് ശ്രീ PM മനോജ് പറഞ്ഞു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ കൃത്യമായൊരു ധാരണ, അമേഠിയിലെ ചില പ്രശ്നങ്ങൾ മൂലം കേരളത്തിൽ എങ്കിലും ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ ധാരണ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ ദുർബലരെ നിർത്തി എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ വായിക്കാവുന്നതാണ്. ഒരു ധാരണ വയനാട്ടിലും ഉണ്ട് എന്നതാണോ? അല്ല, അത്തരം സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഞാനവിടെ അങ്ങനെ ധാരണയുണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ ഞാനല്ല ഇപ്പൊ പറഞ്ഞത്. 6 മാസം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വയനാടൻ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചിരുന്നു എന്ന് ഞാനല്ല പറഞ്ഞത്, എനിക്കറിയില്ലായിരുന്നു. അതുപോലെ മറ്റാരും പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ശ്രീ രാധാകൃഷ്ണ മേനോൻ ഈ ചർച്ചയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞതാണ് ഈ കാര്യം. ഞാൻ അതിനെ ഇനിയിപ്പോ അദ്ദേഹം പിൻവലിക്കുന്നില്ലെങ്കിൽ പിൻവലിച്ചോട്ടെ. പക്ഷെ ഇങ്ങനെ അറിയാവുന്ന ഒരു പാർട്ടി BJP, അതായത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളും രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതും ആദ്യം അറിയുന്നത് BJPക്കാരാണ്. അത് പൊതുവെ അങ്ങനെ ഉണ്ടാവാം. കാരണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ, പല മുഖ്യമന്ത്രിമാരും BJPയിലേക്ക് ചാടുന്നു, മുൻ ഗവർണർമാർ ചാടുന്നു, MP മാർ ചാടുന്നു, 10-100 MP മാർ ചാടി, MLA മാർ ചാടി, ഇവരൊക്കെ BJPയിലേക്ക് പോവാണ് കോൺഗ്രസിന്റെ. അതുകൊണ്ട് മിക്കവാറും കോൺഗ്രസിന്റെ അണിയറ രഹസ്യം, അന്തപ്പുര രഹസ്യമൊക്കെ കൃത്യമായിട്ട് ആദ്യം അറിയാവുന്നവർ BJPക്കാരാണ് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, വളരെ അടുത്ത് നിരീക്ഷിക്കുന്ന, ഇനി അടുപ്പം വേണ്ട, ദൂരെ നിന്ന് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് പോലും അറിയാം. അതുകൊണ്ടായിരിക്കാം ശ്രീ രാധാകൃഷ്ണ ആ വിവരം കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഇവിടെ വയനാട്ട് കേരളത്തിലെ അതായത് കേരളത്തിലൊരു മണ്ഡലമാണല്ലോ. ഇപ്പോൾ ആന്റണി ട്രയാങ്കിൾ എന്നൊക്കെ പറയും. ഈ ട്രയാങ്കിളൊന്നും അല്ല വയനാട്ടിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം നമുക്കറിയാം. കാരണം ഒറ്റമൂലി രാഷ്ട്രീയം, കോൺഗ്രസിന്റെ ഒറ്റമൂലി രാഷ്ട്രീയമാണ്. കോൺഗ്രസ് ചില ഒറ്റമൂലികൾ നോക്കുക. ആ ഒറ്റമൂലികളെ കുറിച്ച് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ആ ഒറ്റമൂലി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഈ എല്ലാം തകർന്നു. ഇനിയിപ്പോൾ കുറെ കള്ള സർവേയും കൊണ്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് ധരിച്ചിരിക്കുന്ന കാലത്ത് ഒരു രാഹുൽ ഗാന്ധി അവിടുന്ന് വടക്കുന്ന് കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിച്ചാൽ തങ്ങളുടെ എല്ലാ ദൗർബല്യവും മാറ്റാം എന്ന വ്യാമോഹം, ദുർമോഹം, ആ ദുർമോഹത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഈ BJPയെ, ഈ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഒരു കണക്കുമില്ല, ഒരു ധാരണയുമില്ല, ഒരു വസ്തുതയുടെ അടിസ്ഥാനവുമില്ല. കേരളത്തിൽ ഇവർ അരുവിക്കരയും പറഞ്ഞു, മറ്റേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആ മത്സരത്തിൽ BJP വളരെ ജൂനിയറായിട്ടുള്ള കക്ഷിയാണ്. BJP എവിടെയുണ്ട് കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJPയായിട്ട് ഞങ്ങൾക്ക് മത്സരമില്ല. ഞങ്ങൾക്കുള്ള മത്സരം UDF-ഉമായിട്ട് തന്നെയാണ്. എന്നാൽ ആ UDF-ഉമായിട്ട് മത്സരിക്കുന്നത് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ BJP, NDA, RSS നയിക്കുന്ന മോദി ഗവൺമെന്റിനെ താഴെയിറക്കി മതനിരപേക്ഷ ഗവൺമെന്റ് സ്ഥാപിക്കണം, കൊണ്ടുവരണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മത്സര രംഗത്ത് നിൽക്കുന്നത്. അതിലൊരു തർക്കവും വേണ്ട, രാധാകൃഷ്ണ മേനോനും വേണ്ട, സുരേഷ് ബാബു. എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുൻപ് വളരെ ചുരുക്കി ഒരു മറുപടി ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ശ്രീ PM സുരേഷ് ബാബു, താങ്കളിലേക്ക് ആദ്യം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അപ്പുറത്തുണ്ട്, നിങ്ങളുടെ പരമോന്നത നേതാവാണ്, പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. നിങ്ങൾക്ക് ആ വലിയ പദവി അംഗീകരിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് എതിർക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ വല്ലാതെ തന്നെ ഒരു എലൈറ്റ് രീതിയിൽ തന്നെ കാണേണ്ടിയും വരും. പക്ഷേ രാഷ്ട്രീയ പ്രതിയോഗികൾ ആ മാന്യത തരുമെന്ന് കരുതരുത്. രാഷ്ട്രീയമായ മര്യാദ തരുമ്പോഴും രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായി അവർക്ക് പറയാനുള്ളത് പറയും എന്നത്, ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ മറുപടി പറയാതെ പോയിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് വീണ്ടും ഉയർത്തുകയല്ലേ ശ്രീ സുരേഷ് ബാബു? തീരുമാനം CPM-ന് എതിരായ രാഷ്ട്രീയ പരാമർശങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അസഖ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പറയും.
പറയുന്നതിന് ഞങ്ങളതൊരു അങ്ങനെ ഒരു വിട്ടുവീഴ്ചയൊന്നും ചെയ്യണമെന്നില്ല. കാരണം എൻ്റെ ഖണ്ഡിതമായൊരു അഭിപ്രായം എന്താണ്, ഞാൻ വളരെ കാലമായി കഴിഞ്ഞ 6 മാസത്തിലധികമായിട്ട് വരുന്ന കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി ഈ തരത്തിലുള്ള നിലപാടെടുക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ ഏറ്റവും അടുത്ത് ചേർന്ന PBയും സെൻട്രൽ കമ്മിറ്റിയും പോലും കോൺഗ്രസുമായി ഒരു സഖ്യവും വേണ്ടതില്ല എന്ന് തീരുമാനിച്ച് പ്രീപോൾ അലയൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട എന്ന് തീരുമാനിച്ച പശ്ചാത്തലത്തിൽ CPM-ഉം ഞങ്ങളുടെ രാഷ്ട്രീയമായ എതിർചേരിയിലുള്ള ഒരു പ്രസ്ഥാനം മാത്രമാണ്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ ഇവിടെ വന്ന് മത്സരിച്ചൂടാ. എന്തുകൊണ്ട്? എവിടെയാണ് നമ്മൾ തമ്മിൽ ഒരു സഖ്യമുള്ളത്? എവിടെയാണ് നമ്മൾ തമ്മിൽ ഒരു ഐക്യമുള്ളത്? ഏത് സംഗതികളാണ് കോൺഗ്രസിന്റെ ഒരു നിലപാടിനോട് CPM സമരസപ്പെട്ടു നിന്നത്? രാഹുൽ ഗാന്ധി പറയുന്നത് CPM പറയുന്നതിനോട് ഞാൻ മറുപടി പറയില്ല, CPM പറയുന്ന വിമർശനങ്ങളോട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരു മാന്യതയുടെ പേരിലാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നിടത്തോളം ഞങ്ങളും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അസഹ്യമായാൽ ഞങ്ങൾ പറയും. രാഹുൽ ഗാന്ധി അപ്പോഴും പറയുമെന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി പറയാത്തത് നിങ്ങൾ പറഞ്ഞാൽ അത് എത്രത്തോളം വിലപ്പോകുമെന്നുള്ളതും വീണ്ടും വലിയ ചോദ്യമാണ്. ഞങ്ങൾ പറയുന്നല്ലോ, രാഹുൽ ഗാന്ധി എപ്പോഴും ഒരിക്കലും പറയില്ല. അത് നിങ്ങൾ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറയില്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുന്നത്? സ്ഥാനാർത്ഥി പറയുന്നതിനെതിരായിട്ട് ഒരു കാര്യം പറയുന്നു. ഞങ്ങൾ വിശദീകരിക്കണമെന്ന് തോന്നുന്ന പക്ഷം രാജ്യത്തെ പ്രബുദ്ധമായ ജനതയുടെ മുമ്പിൽ വിശദീകരണം ആവശ്യമുണ്ട്, CPM-ന്റെ വിമർശനത്തിന് വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന പക്ഷം പാർട്ടി തീരുമാനിച്ച് ഞങ്ങൾ അതിന് മറുപടി പറയും. എന്താണ് അതുവരെ ചോദിക്കുന്നത്? പക്ഷെ അപ്പോഴും ഈ കാര്യത്തിൽ നിങ്ങൾ എന്താണ് വിചാരിച്ചത്? രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് വരുമ്പോ BJP അവിടെ ഇല്ല, ബാക്കിയുള്ളവരൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കും, ആരും ഒന്നും മിണ്ടില്ല, ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ജയിച്ചു പോകാം എന്നൊരു പ്രതീക്ഷയായിരുന്നോ നിങ്ങൾക്കുണ്ടായിരുന്നത്? അങ്ങനെയൊന്നും എഴുതാപ്പുറം എന്തിനാ വായിക്കുന്നില്ല? ഡോക്ടർ ലാലെന്തിന് അങ്ങനെ ഒരു എഴുതാപ്പുറം വായിക്കുന്നത്? ഞങ്ങൾ ശക്തമായി എല്ലാ സ്ഥാനാർത്ഥികളും വന്നതിന് ശേഷമല്ലേ ഞങ്ങൾ വന്നുള്ളൂ. ഞങ്ങൾ വന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വന്നില്ലേ, BJP-യുടെ സ്ഥാനാർത്ഥി വർക്കി വർത്തിയാട്ടാണെന്ന് പറഞ്ഞു, പൈലി വർത്തിയാട്ടാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പറഞ്ഞപ്പോ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവിടത്തേക്ക് പോയി. അത് നേരത്തെ തന്നെ BDJS കൊടുത്തിട്ടുള്ള സീറ്റായിരുന്നു NDA-യിൽ. നമ്മളൊക്കെ മനസ്സിലാക്കുന്നതല്ലേ. എല്ലാ സ്ഥാനാർത്ഥികളും കൃത്യമായി വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ രാഷ്ട്രീയമില്ല എന്നതാണ് വയനാട്ടിലെ പ്രശ്നം. അതാണ് എന്റെ ചോദ്യം വന്നത്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെയൊക്കെ അടുത്ത ഇതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, പെട്ടെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം PM മനോജിന് പോലെയും അത്ഭുതം ഉണ്ടാക്കിയതാണ്. 6 മാസം മുമ്പ് രാഹുൽ ഗാന്ധി വരുന്നത് തിരിച്ചറിഞ്ഞ BJP ഈ ഒരുക്കങ്ങൾ നടത്തുന്നതിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, BJP ഓരോ ഒരുക്കവും നടത്തുന്നതിൽ ലാലെ പരാജയപ്പെട്ടില്ല. 6 മാസം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ടീം സർവേ നടത്തി വയനാടടക്കം ദക്ഷിണേന്ത്യയിലെ 3 സീറ്റുകൾ കർണാടകത്തിലും തമിഴ്നാട്ടിലുമായി അവർ സെലക്ട് ചെയ്തു. അതിൽ ഏത് വേണമെന്നതിനെ കുറിച്ചിട്ട് അവരുടെ പാർട്ടിക്കകത്ത് ചർച്ചയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും CPM-ന്റെ പിന്തുണയോടെ ജയിക്കാൻ കഴിയുന്ന സ്ഥലം ഇതാണ് എന്ന് അവര് തെരഞ്ഞെടുത്തു. അതല്ലേ സംഭവിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. വയനാട്ടിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ 6 മാസം മുമ്പേ അവർ പഠിച്ചു വന്നതാണല്ലോ. ആ കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് തയ്യാറെടുത്തു? അല്ല, ഞങ്ങളിത് ഇപ്പൊ തമിഴ്നാട്ടിലും കർണാടകത്തിലും CPM-ന്റെ നേതാക്കന്മാർ പോയിട്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി വോട്ട് ചോദിക്കുന്നു. അതേ യെച്ചൂരി തന്നെ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്ത് പറയുമെന്നുള്ള പ്രശ്നം ഒരാഴ്ച മുമ്പ് നിങ്ങൾ പറഞ്ഞു വലിയ വലിയ ആളുകളെ തന്നെ ഞങ്ങൾ ഇറക്കും, വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഒത്ത ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നാണ്. എന്നിട്ടിപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോയിട്ടില്ലാത്ത BDJS-നെ അവിടെ നിർത്തി കരുവാക്കുന്നത് നിങ്ങളുടെ ഏത് ധാരണയുടെ പുറത്തുനിന്നാണ് ശ്രീ PM മനോജിന് സംശയമുണ്ടായത്? അല്ലല്ലേ, രാഹുൽ ഗാന്ധിക്ക് ഒത്ത സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് എന്ന് കാലം തെളിയിക്കും. കാരണം അതാണ് BJP തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ മത്സരിപ്പിച്ചത്. BJP ആരുമില്ല എന്നാണ് PM മനോജ് ചോദിക്കുന്നത്. അതിനുവേണ്ടി BDJS-ൽ നിന്ന് കണ്ടെത്തേണ്ടി വന്നോ? BJP ആളുകൾ ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷിക്ക് ഞങ്ങൾ കൊടുത്ത സീറ്റ് ആ കക്ഷിയുടെ ഏറ്റവും പ്രമുഖനായ സമുദായ സംഘടനയുടെ ഗാന്ധി വരികയാണെങ്കിൽ BJP-ക്ക് ആ സീറ്റ് കൊടുക്കും, ഞങ്ങൾ അപ്പുറത്തേക്ക് പോകും എന്നാണ്. അല്ല, ഇവിടെ കേരളത്തിലെ നവോത്ഥാനത്തിനടക്കം നേതൃത്വം കൊടുത്ത സമുദായ സംഘടനയുടെ മകൻ, അദ്ദേഹത്തിന്റെ സമുദായ സംഘടനയുടെ മകൻ
അതിന്റെ വൈസ് പ്രസിഡന്റ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഞങ്ങൾക്ക് അവിടെ മത്സരിപ്പിക്കാനും പിന്തുണ കൊടുക്കാനും ഞങ്ങൾ എന്തിനാ മടിക്കുന്നത്? അപ്പൊ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും ശക്തമായി വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് പിന്മാറി പിന്തുണ കൊടുക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പ്രസക്തി ഇല്ലാതായ സ്ഥലം, അതല്ലേ ഇപ്പൊ സംഭവിച്ചത്. അപ്പൊ നിങ്ങളുടെ അണികൾ, നിങ്ങൾ പിന്തുണ കൊടുക്കുന്നത് അറിഞ്ഞ് നിങ്ങളുടെ അണികൾ സ്വാഭാവികമായി തുഷാറിന്റെ പിന്നിൽ അണിചേരും. അതുകൊണ്ട് തന്നെയാണ് BDJSന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തുഷാർ വെള്ളാപ്പള്ളി അവിടെ വിജയിക്കാനുള്ള സാധ്യത. 6 മാസം കൊണ്ട് ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് തുഷാർ വെള്ളാപ്പള്ളി നിങ്ങൾ അവിടെ ഇപ്പോഴെങ്കിലും കൊണ്ടു നിർത്തിയത്. ശ്രീ PM സുരേഷ് ബാബു, ശ്രീ MK രാഘവന്റെ കാര്യം ഇന്നലെ തന്നെ ഒളി ക്യാമറയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ ചർച്ചയിൽ വന്നതാണ്. അതുകൊണ്ട് ഇന്ന് വീണ്ടും അത് എടുക്കുന്നില്ല എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരം ഇന്നത്തെ എല്ലാ വാർത്താ സമ്മേളനങ്ങളും എടുത്ത് പൊതുവായി ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് ഇപ്പോൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചെയ്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ശ്രീ MK രാഘവനാണ്. അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് നടത്തിയത്. എന്തിനായിരുന്നു കോഴിക്കോട്ടിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയുടെ ഈ പൊട്ടിക്കരച്ചിൽ സർ? ഞാൻ ഈ സമയത്ത് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് പരിപാടിയിലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. പിന്നെ അത് അന്വേഷിക്കാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഡോക്ടർ ലാലും ഞാനും തമ്മിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വരുന്നില്ല എന്നുള്ള നിലയ്ക്കാണ് ഞാനത് അന്വേഷിക്കാതിരുന്നത്. അപ്പോൾ എനിക്ക് വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഉണ്ടായി എന്ന് 1-2 സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞതല്ലാതെ എനിക്ക് ശ്രീമാൻ രാഘവനുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ PS-ഉമായി സംസാരിക്കാനോ ഒന്നും കഴിയാത്തത് കൊണ്ട് അതിൻ്റെ നിജസ്ഥിതി എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഞാനൊരു കാര്യം പറയാം, ഇത് സത്യജടിലമായ ഒരു വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാത്തത് ഞാൻ അതിനകത്ത് ഇടപെട്ട് സംസാരിക്കുന്നില്ല. അസത്യജടിലെന്നാണോ പറഞ്ഞത്? സത്യജടിലം എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് അത്ര പിടികിട്ടിയിട്ടില്ല. എനിക്ക് ഭാഷയിലുള്ള പരിജ്ഞാനക്കുറവുണ്ടാകാം. അസത്യജടിലം എന്നുള്ളതല്ല, അസത്യജടിലമാണ് ഈ വാർത്ത എന്നതാണ് എന്റെ നിരീക്ഷണം. അതാണ് അസത്യമാണ്, സത്യജടിലം എന്നല്ല, അസത്യമാണ് എന്നുള്ളത് തന്നെയാണ്. ഞാൻ ചോദിച്ചത് നന്നായി ക്ലാരിഫൈ ചെയ്തത്. അല്ലെങ്കിൽ അത് റെക്കോർഡായിട്ട് അവിടെ കിടക്കും, വല്ലത് തെറ്റുണ്ടെങ്കിൽ പിന്നെ അത് നാളെ എടുത്തു. ഞങ്ങൾ ഇതിനകത്ത് വിശ്വസിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് സഹായിച്ചത് നന്ദി. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ഒരു ഗൗരവമുള്ള ഒരു വിഷയമായി ഞങ്ങളിപ്പോ കണക്കാക്കുന്നില്ല. അതിന്റെ മറ്റു വശങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ വിശദമായ ഒരു പഠനത്തിന് ശേഷം അതായിക്കോട്ടെ. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു ചർച്ച കൂടി ആയതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് വരുമ്പോൾ എല്ലാ നേതാക്കളും സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ അവിടുത്തെ സിറ്റിംഗ് MP ആയ ശ്രീ രാഘവൻ മാത്രം കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം അതിൽ പലയിടത്തും ആ ദൃശ്യങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ മുതൽ തന്നെ എല്ലാ മാധ്യമങ്ങളും കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ കൈരളി മാത്രമാണ് കാണിച്ചത് എന്നുള്ളത് ആ സമയത്ത് ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് എന്ന രീതിയിലേക്ക് പറയാനിട നൽകിയിരുന്നു. പക്ഷെ പിന്നീട് എല്ലാവരും കാണിക്കുകയും ചെയ്തു. ഇന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഗൗരവമാർന്ന കാര്യമാണെന്ന്. അവിടുത്തെ പ്രധാനപ്പെട്ട കോഴിക്കോട്ടെ നിങ്ങളുടെ എതിരാളികളായ CPM പരാതി നൽകുന്നുണ്ട്. ഈ കാര്യത്തിൽ ശക്തമായി പ്രചരണത്തിന് ഇറങ്ങുന്നുമുണ്ട്. അപ്പൊ ഒരു കാര്യവും രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ മറുപടി പറയുന്നില്ല എന്നൊരു തീരുമാനം ഈ കാര്യത്തിലും വെച്ചു പുലർത്താൻ പോവുകയാണോ ശ്രീ PM സുരേഷ് ബാബു, കോൺഗ്രസുകാർ അവിടെ കോഴിക്കോട്ടും? അല്ല, അതിൽ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. നാളെയാണ് പ്രതിപക്ഷ നേതാവൊക്കെ കോഴിക്കോട്ടുണ്ട് നാളെ. അതുകൊണ്ട് ആ ഒരു ആലോചന നടത്തി ഏത് തരത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുണ്ട് നേതൃത്വപരമായ ഒരു ആലോചന നടത്തി. ഇതൊരു ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDFനെതിരായി ഉയർത്തിക്കാണിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങളത് നേരിടും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ചാഞ്ചല്യവുമില്ല. പക്ഷെ അത് ഏത് രൂപത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് അന്തിമമായ ഒരു ഘടനയും രൂപവും വന്നതിന് ശേഷം ചർച്ചയിൽ നമുക്ക് പങ്കെടുക്കാവുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ഒരു കാര്യം കൂടി, കഴിഞ്ഞ
തെരഞ്ഞെടുപ്പിലെങ്കിലും 20 കോടിയോളം രൂപ ഞങ്ങൾ ചിലവാക്കി എന്ന് ശ്രീ എം കെ രാഘവൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ അത് തന്നെയാണ്. ഇനിയിപ്പോൾ പുതിയ പൈസയെ കുറിച്ച് ചോദിച്ചതിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം ഡബ്ബിംഗ് എന്നും എഡിറ്റിംഗ് എന്നും ഒക്കെ പറയുന്നത്. പക്ഷേ ഇത്രയും പണം അവിടെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കേണ്ടതാണെന്നാണ് ശ്രീ ടിക്കാറാം മീണ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യവും. ഇത് CPM ഉൾപ്പെടെ മറ്റ് പ്രതിപക്ഷ കക്ഷി നിങ്ങളുടെ എതിരാളികളൊക്കെ ഇത് പ്രചരിപ്പിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിനെ നിങ്ങൾ രാഷ്ട്രീയമായി നേടുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിനെ ധാർമ്മികമായി നേടുന്നത് മനസ്സിലാക്കാം, അതിനുവേണ്ട നിങ്ങൾ വഴികൾ കാണുന്നത് മനസ്സിലാക്കാം, നിങ്ങൾ അതിനെ നിയമപരമായി നേടുന്നത് മനസ്സിലാക്കാം. പക്ഷെ രാഷ്ട്രീയമായി ഇതിനെ നേരിടും എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവൃത്തിയെ, നിയമവിരുദ്ധമായ പ്രവൃത്തിയെ ഏത് രീതിയിൽ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, അതിനകത്ത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു നിജസ്ഥിതിയെ കുറിച്ചൊരു ബോധ്യമാവേണ്ടുന്ന ഒരു വിഷയമുണ്ടല്ലോ. ശ്രീ രാഘവൻ അത് പൂർണ്ണമായും ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ളതായിട്ടുള്ളതല്ല എന്നാണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കിയതിലുള്ള പെശകാണെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ തരത്തിൽ ഞാൻ ഇന്ന് രാവിലെ മുതൽ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഏറനാട് അസംബ്ലി മണ്ഡലത്തിലായിരുന്നു. താങ്കളുടെ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഒരൊറ്റ നേരത്തെയുള്ള എൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നത്. മനസ്സിലാക്കിയതിനു ശേഷം ശ്രീ എം കെ രാഘവന്റെ സുഹൃത്താണ്, ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, കോഴിക്കോട്ടെ UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളാണ്. ഇന്ന് രാഹുൽ ഗാന്ധി വരുന്ന അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡല പരിധിയിൽപ്പെടുന്ന ഏറനാട് മണ്ഡലത്തിലെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ്. അങ്ങ് പോലും ഈ കാര്യത്തിൽ ഒരു ഉത്തരം പറയാൻ പറ്റാത്ത വിധം ആശങ്കയിൽപ്പെട്ടിരിക്കുകയാണ്. കൺഫ്യൂഷൻ ഉണ്ട്, അങ്ങക്ക് പഠിക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് അവിടുത്തെ വോട്ടർമാരുടെയും സ്ഥിതി. കോഴിക്കോട്ടെ വോട്ടർമാർക്ക് അവരുടെ മുന്നിൽ കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ആശങ്കയുള്ള മനസ്സുമായി, കൺഫ്യൂഷനുമായി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അത് തിരുത്താൻ നിങ്ങൾ പുതിയ തന്ത്രങ്ങളും പുതിയ പ്രചരണ ആയുധങ്ങളുമായി എത്തുന്നതൊക്കെ മനസ്സിലാക്കാം. അത് രാഷ്ട്രീയത്തിൽ പതിവുള്ളതാണ്. പക്ഷേ അവിടുത്തെ വോട്ടർമാരുടെ ഈ സംശയം എങ്ങനെയാണ് ധാർമ്മികമായി നേരിടേണ്ടത് ഒരു രാഷ്ട്രീയ കക്ഷി? അല്ല, അതിൽ ഞങ്ങൾക്ക് എന്താണെന്നറിയുള്ളൂ, ശ്രീ എം കെ രാഘവന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അദ്ദേഹം ഇത്തരം ഒരു കാര്യങ്ങളിലും ഇടപെടാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള അറിവ്. എന്റെയൊക്കെ വളരെ ചെറിയ കാലത്തുള്ള സുഹൃത്തുക്കളാണ്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തന കാലഘട്ടം മുതൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരാണ്. അപ്പോൾ ആ ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഒരിക്കൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആണ് പെട്ടെന്ന് വലിക്കുന്നത്. അതല്ലെങ്കിൽ ആ ട്രാക്ക് റെക്കോർഡിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ് എന്നൊക്കെ തോന്നിയിരുന്നെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു സമീപനം സ്വീകരിക്കാമായിരുന്നു. എന്താണെന്നുള്ളത് അദ്ദേഹവുമായി സംസാരിക്കണം, അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ശരി, ഒരു കാര്യം കൂടി ഞാൻ ശ്രീ PM സുരേഷ് ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ മറ്റതിലേക്ക് പോകാം. അതായത് ഈ പറയുന്ന TV9 ഭാരത് വർഷ എന്ന് പറയുന്ന പുതിയ ചാനലിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒളിക്യാമറ സ്റ്റിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് ശ്രീ എം കെ രാഘവനെ ഇവർ കുടുക്കിയിട്ടുള്ളത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്? കുടുക്കിയെന്ന വാക്ക് രണ്ടാം, അദ്ദേഹം കുടുങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഒരു പുതിയ ചാനലിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട്, വടക്കേ ഇന്ത്യയിലെ ഒരു ചാനലിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ്. അതിൽ ഒരുപാട് പേർ പിടികൂടപ്പെട്ടിട്ടുണ്ട്, ഇതിൽ അകപ്പെട്ടിട്ടുണ്ട്, അവരുടെ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കുറെ BJP നേതാക്കളുടെ പേരുകൾ കൂടി പുറത്തേക്ക് വന്നത് കണ്ടപ്പോ അവിടുത്തെ കോൺഗ്രസ് നേതാവ് ശ്രീ പൃഥ്വിരാജ് ചവാൻ, നിങ്ങളുടെ കൂടി നേതാവായ ശ്രീ പൃഥ്വിരാജ് ചവാൻ ഇതിനെ കൃത്യമായി ഇവരുടെ ഈ കണ്ടെത്തലിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ആ കാര്യത്തിൽ കൃത്യമായി നടപടികൾ ഉണ്ടാകേണ്ടതാണെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. BJPയുടെ നേതാക്കൾ പുറത്ത് ഈ രീതിയിൽ പുറത്തേക്ക് അവരുടെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ എടുത്ത കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം അതാണ്. അത് എം കെ രാഘവനെ പോലെയുള്ളവർ ഈ കാര്യത്തിൽ പുറത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നവരുടെ കഥകളെ പോലും ഇവർ എങ്ങനെ കാണുന്നു, ഈ നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ എന്നുള്ളതിന്റെ തെളിവാണ് പൃഥ്വിരാജ് ചവാന്റെ ഈ പ്രസ്താവനയൊക്കെ ഇന്നത്തേത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവർ നടത്തിയ പ്രസ്താവനയെ നിങ്ങൾ ഒന്നടങ്കം എതിർക്കുന്നില്ലെങ്കിൽ മിനിമം അദ്ദേഹത്തോട് യോജിക്കുന്ന രീതിയിൽ ഇത് നടപടി വേണം എന്നാവശ്യപ്പെടേണ്ട ഘട്ടമല്ലേ ശ്രീ PM സുരേഷ് ബാബു? അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് യാഡ്സിക്ക് ഒരിക്കലും ഒരു സമീപനത്തിനോട് പറ്റില്ലല്ലോ. അവിടെ BJPക്കെതിരാണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഫലമെങ്കിൽ അതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറയുകയും, ഇവിടെ കോൺഗ്രസിനെതിരായതുകൊണ്ട് സ്റ്റിംഗ് ഓപ്പറേഷൻ ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് ആർക്കും പറ്റില്ല. എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയിലെത്താം. അതിന് പാർട്ടി നേതൃത്വവും
ഇതിന്റെ യാഥാർത്ഥ്യവും. നമ്മളിപ്പോ നേരത്തെ തന്നെ കേരളത്തിൽ കണ്ടതാണല്ലോ, ഒരു ചാനലിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടി ഒരു മന്ത്രിയെ കുടുക്കിയിട്ടുള്ള സംഭവം തന്നെ നമ്മളിവിടെ കണ്ടതല്ലേ. അങ്ങനെയൊക്കെയല്ല അത് ശരിയല്ല എന്ന് നമുക്ക് ബോധ്യം വന്നിട്ട് ആ മന്ത്രി തിരികെ മന്ത്രിയായി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വരട്ടെ, വന്നിട്ട് നമുക്ക് അതിലേക്ക് എത്താം. ശരി, അതിനിടയിലുള്ള ഈ കാര്യത്തിൽ ഇനി ഒരു ധാരണയിലേക്ക് എത്തട്ടെ. നാളെ സംസ്ഥാനത്തെ മറ്റു നേതാക്കൾ കോഴിക്കോട്ട് വീണ്ടും എത്തുന്നുണ്ട് എന്ന് ശ്രീ PM സുരേഷ് ബാബു പറയുന്നു. ഈ കാര്യത്തിൽ ഡബിൾ സ്റ്റാൻഡ് പറ്റില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ധാരണയിലേക്ക് പോകാനാണ് സാധ്യതയായി CPM വിലയിരുത്തുന്നത്? എന്തായാലും രാഹുൽ ഗാന്ധിയെ വലിയ തോതിൽ എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഗുണം, ഈ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുമെങ്കിൽ അത് MK രാഘവൻ അവസാനിപ്പിച്ചു. അതൊരു കാര്യം. രണ്ടാമത്, ഈ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറഞ്ഞ ചെറിയ നേതാവൊന്നുമല്ല, വലിയ പുള്ളിയാണ്, മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്, കൈരളിയിലെ ഫുട്ടേജ് കാണാം, മറ്റ് ചാനലുകളിലും വന്നിട്ടുണ്ട്, കാണിച്ചിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ TV9 എന്ന ചാനൽ അവർ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ 15 MPമാരാണ് കുടുങ്ങിയത്. അതിൽ മഹാരാഷ്ട്രയിലെ MP കുടുങ്ങി. ആ MP BJPയുടെ MP-യാണ്. അയാളെ മത്സരിപ്പിക്കാൻ പാടില്ല. ആ MP-യുടെ BJP നേതാവിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം, റദ്ദാക്കണം, നടപടിയെടുക്കണം എന്നാണ് പൃഥ്വിരാജ് ചൗഹാൻ വളരെ കൃത്യമായി ആവശ്യപ്പെട്ടുള്ളത്. മലപ്പുറത്ത് ഈ ഏറനാട് പര്യടനത്തിലായതുകൊണ്ട് ശ്രീ സുരേഷ് ബാബു അത് കേട്ടിട്ടുണ്ടാവില്ല, കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ പൊട്ടിക്കരഞ്ഞതുകൊണ്ടും സെൻറ്റിമെൻറ്റ്സ് അടിച്ചതുകൊണ്ടും അത് കഴിഞ്ഞ് സിദ്ദിഖിൻ്റെ തലയിലെല്ലാം വെച്ച് കൊടുത്ത് മാറിപ്പോയത് കൊണ്ടൊന്നും MK രാഘവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം MK രാഘവൻ ഇന്ന് പറഞ്ഞത് CPM ആണ്, മാഫിയ സംഘമാണ് CPM-ൻ്റെത് ഇത് നടത്തിയത്. എവിടെ? MK രാഘവൻ്റെ കോഴിക്കോട്ടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഞങ്ങളൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 20 കോടിയുടെ കണക്കും കഴിഞ്ഞ തവണ ഹൈക്കമാൻഡ് കൊടുത്ത 2 കോടിയുടെ കണക്കും ഈ മദ്യത്തിന് വേണ്ടി ചിലവായ പണത്തിൻ്റെ കണക്കും ഇപ്പം 5 കോടി വേണമെന്ന് കണക്കും വർത്തമാനവും ആവശ്യവും അത് അങ്ങ് ഡൽഹിയിലെ തൻ്റെ സെക്രട്ടറിയുടെ നമ്പറിൽ വിളിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് ഞങ്ങളൊന്നുമല്ല, ഒരു ഗൂഢാലോചനയല്ല, BJPയുടെ ഗൂഢാലോചനയല്ല, CPM-ൻ്റെ ഗൂഢാലോചനയല്ല, MK രാഘവൻ്റെ വാക്കുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രാക്ക് റെക്കോർഡ് ഇതുവരെ പിടിച്ചിട്ടില്ല. നമ്മളിങ്ങനെ എല്ലാ ഘട്ടത്തിലും ധരിക്കും, ഒരു ഡ്രൈവർ ധരിക്കുന്നത് എന്താ, ഞാൻ ഇതുവരെ ഓടിച്ചിട്ട് ആക്സിഡൻ്റ് ആയിട്ടില്ല എന്ന്. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആകസ്മികമായി സംഭവിക്കുന്നത്, എപ്പം സംഭവിക്കാം. അതുപോലെയാണ് ഈ അഴിമതിക്കാർ പിടിക്കപ്പെടുന്നതും. എല്ലാ തവണയും ആരും കാണാതെ കക്കാന്ന് വിചാരിക്കും. ഒരു തവണ പിടിച്ചാലാണ് പിന്നെ ഇതുവരെ നടത്തിയ ഗ്രീൻകോ അഴിമതി ശ്രീ സുരേഷ് ബാബുവിന് അറിയാലോ. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇപ്പം അഴിമതി ആരോപണം, കോഴ ആരോപണം പോലും എടുക്കാതിരുന്നാലും MK രാഘവൻ സ്വന്തം വാക്കുകളിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് 53 ലക്ഷം രൂപ മാത്രമേ ഞാൻ ചെലവാക്കിയിട്ടുള്ളൂ എന്നാണ് കണക്ക്. 2 കോടി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളല്ല പറഞ്ഞത്. കോൺഗ്രസിൻ്റെ നേതൃത്വം അഴിമതി നടത്തിയ പണത്തിലൂടെ അല്ലാതെ വെറുതെ കിട്ടൂലല്ലോ കോൺഗ്രസിന് ഈ പണം, 2 കോടി കൊടുക്കാൻ, കണക്കില്ലാത്ത പണം കൊടുക്കാൻ. ആ പണം കൊടുത്തു എന്ന് MK രാഘവൻ തന്നെയാണ് പറഞ്ഞത്. ഒളിക്യാമറയിലാണ് ശരി, പക്ഷെ പറഞ്ഞത് സത്യമല്ലേ? യെസ്. ഇനി പരിശോധിക്കട്ടെ, ഇനിയിപ്പോൾ അന്വേഷണം വരുമല്ലോ. ഈ MK രാഘവൻ ഏതെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റ് MK രാഘവൻ്റെ ശബ്ദം ഇനിയിപ്പോൾ രൂപം തന്നെ അങ്ങനെ മാറ്റിയെന്നുള്ള വേറെ പരിശോധിക്കട്ടെ. നിങ്ങൾ തയ്യാറാവേണ്ടത് ഈ പൊട്ടിക്കരഞ്ഞ് നാടകം കളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സെൻറ്റിമെൻറ്റ്സ് ഉണർത്തിയത് കൊണ്ടോ MK രാഘവൻ എന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി, വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല, MK രാഘവൻ ചെറിയ മീനാണ്. അതിനേക്കാൾ വലിയ ഒരുപാട് മീനുകൾ കോൺഗ്രസിലുണ്ട്. ആ മീന്, ചെറിയ മീന് നടത്തിയ അഴിമതിയും തെരഞ്ഞെടുപ്പ് അഴിമതിയും തട്ടിപ്പും അത് സ്വന്തം വാക്കുകൾ പുറത്തു വന്നപ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധിയല്ല, ഇനിയിപ്പോൾ ആ കുടുംബത്തിലെ മൊത്തം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുക. നിങ്ങൾ BJPക്കെതിരായിട്ടാണല്ലോ മത്സരം. കുമ്മനത്തിനെതിരെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുക, സുരേന്ദ്രനെതിരെ പത്തനംതിട്ട മത്സരിപ്പിക്കുക, BJP A ക്ലാസ് A+ എന്നൊക്കെ പറഞ്ഞ് കുറേ മണ്ഡലങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തെ മുഴുവൻ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക. എന്നാൽ പോലും ഈ കളങ്കം നിങ്ങൾ കോൺഗ്രസ് എന്ന പാർട്ടി, ആ പാർട്ടി നടത്തുന്ന അഴിമതി, തട്ടിപ്പ്, ആ തട്ടിപ്പുകളുടെ കളങ്കം ഞങ്ങൾ വിളിച്ചു പറയാതിരിക്കില്ല. ശരി, അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ട് പറയും. CPM ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമെന്നത് കൊണ്ടാണോ CPM-ന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാൻ മുമ്പ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, BJPക്ക് ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം നിങ്ങളുടെ നേതാവാണല്ലോ ഈ മഹാരാഷ്ട്രയിൽ പിടിക്കപ്പെട്ടത് ഇതേ സ്റ്റിംഗ് ഓപ്പറേഷനിൽ. അപ്പോൾ
നിങ്ങൾ കോഴിക്കോട്ട് ഒരു ധാരണ ഉണ്ടാക്കുമോ? ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്നാണോ നിങ്ങളുടെ തീരുമാനം? അല്ല, ഞങ്ങളുടെ നേതാവിനെ പിടിച്ചോ അതിനെ സംബന്ധിച്ചിട്ടോ ഉള്ള കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിച്ചോ എന്ന് മഹാരാഷ്ട്ര ഘടകമോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വമോ അതിനെ സംബന്ധിച്ചിട്ട് പറയും. എനിക്ക് അവിടെ ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ഇപ്പോൾ സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഞാനതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് ധാർമ്മികതയ്ക്ക് ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. ഈ തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ മാതൃകാ നേതാവ് ലാൽകൃഷ്ണ അഡ്വാനി കാണിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ സമീപനമുണ്ട്. ആ സമീപനത്തിൽ എല്ലാ കാലത്തും ഉറച്ചു നിൽക്കുകയും ചെയ്യും. പിന്നെ ഇല്ലാത്ത ആരോപണം കെട്ടിച്ചമച്ചു കൊണ്ടുവന്നാൽ അതിനെ തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ഈ കാര്യത്തിൽ എന്ത് നിലപാട് എന്നതാണ് അറിയേണ്ടത്. ബംഗാരു ലക്ഷ്മണന്റെ പേര് ഇപ്പോൾ ശ്രീ PM മനോജ് പറഞ്ഞത് നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡിലുള്ളതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അവർ നോക്കിക്കോളും, ഇവിടെ ഞങ്ങൾ വരുമ്പോൾ അത് നോക്കുമെന്ന് സൈദ്ധാന്തികമായി പറഞ്ഞിട്ട് എന്താണ് കാര്യം? കോഴിക്കോട്ട് നിങ്ങളുടെ നിലപാടെന്ത്? അല്ല, ഞങ്ങൾ അഴിമതി അല്ലെങ്കിൽ ആ ആരോപണം ഉയർന്ന സമയത്ത്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ലാൽകൃഷ്ണ അഡ്വാനിക്കെതിരെ ഹവാല ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട് ഈ രാജ്യം മുഴുവൻ പ്രകീർത്തിക്കപ്പെട്ടതാണ്. അതിനുശേഷം അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് അദ്ദേഹം വീണ്ടും നേതൃത്വ സ്ഥാനം അല്ലെങ്കിൽ ആ MP സ്ഥാനം അല്ലെങ്കിൽ ഭരണ രംഗത്തേക്ക് വന്നത്. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ മറ്റുള്ള അതേപോലെ ആരോപണമുണ്ടായ ഒരു ബംഗാരു ലക്ഷ്മണന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ആ ആരോപണം ഉണ്ടായ സമയത്ത് ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു സമീപനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസ് ആരോപണം ഉണ്ടായപ്പോൾ CPM എടുത്തിട്ടുള്ള സമീപനവുമുണ്ട്. അപ്പോൾ രാജ്യത്ത് അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടിയും സ്വീകരിക്കുന്ന സമീപനത്തിൽ എല്ലാ കാലത്തും മാതൃകാപരമായ സമീപനം സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. പിന്നെ രാഷ്ട്രീയമായി നേരിടേണ്ട കാര്യമാണ് എങ്കിൽ അത് ഞങ്ങൾ വിലയിരുത്തിയിട്ട് ആ നിലയ്ക്ക്. ശരി, ഒരു 30 സെക്കൻഡാണ് ബാക്കിയുള്ളത്. ശ്രീ സുരേഷ് ബാബു, രാഹുൽ ഗാന്ധി മറുപടി പറയാത്തത് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ കൂടി CPM-ന്റെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നത് തിരിച്ചറിഞ്ഞിട്ടാണോ? അത്ര ഒരു ചെറുതാക്കി കാണാൻ ശ്രമിക്കരുത് ശ്രീ ഡോക്ടർ ലാൽ. നമ്മളൊക്കെ ഒരു കുറച്ചുകൂടി ഉയർന്ന പ്രതലത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും ഒരു രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ഉന്നത ശീർഷനായ ഒരു നേതാവിനെ കുറിച്ച് അങ്ങയുടെ പരാമർശങ്ങൾ വളരെ ഖേദകരവും മോശവുമാണ്. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സുരേഷ് ബാബു, രാഹുൽ ഗാന്ധി സ്വന്തമായിട്ട് പറയില്ല, കൊട്ടേഷൻ കൊടുക്കും, ഉമ്മൻചാണ്ടിയെ കൊണ്ടും ഈ രമേശ് ചെന്നിത്തലയെ കൊണ്ടും പറയിക്കും എന്ന കൊട്ടേഷൻ വർക്കാണോ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത്? ഇപ്പോൾ ഇന്നത്തെ വർത്താനം തോന്നിയപ്പോൾ അതാ തോന്നിയത് ഈ മുല്ലപ്പള്ളി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയ ആളുകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയില്ല, ഇതാണോ രാഷ്ട്രീയം? ശരിയാണോ കൊട്ടേഷൻ? എന്തായാലും എതിരാളികളെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കുന്നത്, ആ രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ട് മറുപടി പറയാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒക്കെ തിരസ്കരിച്ചിട്ട് കാര്യമില്ല. അതൊരു നിലവാരം കുറഞ്ഞ ചോദ്യമാണ് എന്ന് അവതാരകനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുന്നോട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നേരിടേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ആകണമല്ലോ വയനാട്ടിൽ മത്സരിക്കാൻ മുന്നോട്ട് വരേണ്ടതും. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൂടി നൽകേണ്ടി വരും. അതിനുവേണ്ടി വയനാട്ടിൽ ഇനിയും എത്തുന്ന രാഹുൽ ഗാന്ധിയോട് ഇന്ന് കാണിച്ച മാധ്യമങ്ങളുടെ ഒരു അയഞ്ഞ സമീപനം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമോ? മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ അദ്ദേഹം എത്തുമോ? ഇതൊക്കെ തന്നെയാണ് ഇനിയും കാത്തിരിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ PM മനോജ്, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ രാധാകൃഷ്ണൻ.